ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തി പ്രാപിച്ച മഴയിൽ കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കാക്കനാട് അത്താണി കീഴഴി മലയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇൻഫോ പാർക്കിലെ വെള്ളക്കെട്ടിന് കാരണമായ കോഴിച്ചിറ ബണ്ട് പൊളിച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി. എബിൻ ജോസ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. എബിൻ, ഇന്ന് വൈകുന്നേരം വീണ്ടും മഴ ശക്തമായി. നഗരത്തിൽ ഇന്നലത്തേതുപോലെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? ഇടപ്പള്ളി അടക്കം കളമശ്ശേരി അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും ഗതാഗതം ബാധിക്കപ്പെട്ടിട്ടുണ്ടോ? വിജയകുമാർ, നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ ഗതാഗത കുരുക്കിനും ശമനമുണ്ട്. വൈകുന്നേരത്തോടു കൂടി പോലീസ് ഇത് കൃത്യമായി നിയന്ത്രിച്ചിരുന്നു. വെള്ളക്കെട്ടും കുറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളിയിൽ നിലവിൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഇന്നലെ മുതൽ ഇവിടെ വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളം ഇപ്പോഴും റോഡിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മറ്റിടങ്ങളിൽ വെള്ളക്കെട്ടിന് നേരിയ ശമനമുണ്ട്. കാരണം കഴിഞ്ഞ 2 മണിക്കൂറായി ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ടിന് ശമനമുണ്ട്. പക്ഷേ ജില്ലയിൽ റെഡ് അലേർട്ടാണുള്ളത്. മഴയ്ക്കുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതേസമയം മഴക്കാലപൂർവ്വ ശുചീകരണം തകരാറിലായി എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധം നടത്തിയിരുന്നു. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറുന്നുണ്ട്. ഹൈക്കോർട്ടിൻ്റെ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ സജീവമായി വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലമാണ് MG റോഡ്. പക്ഷേ ഈ തവണ അവിടെ വലിയ തോതിൽ വെള്ളം കയറിയിട്ടില്ല. മറ്റു ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത്. പ്രത്യേകിച്ച് ഇടപ്പള്ളി, പാലാരിവട്ടം മേഖലകളിലായിരുന്നു വെള്ളക്കെട്ടുണ്ടായിരുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇൻഫോ പാർക്ക് മേഖലയിൽ അതിശക്തമായ വെള്ളക്കെട്ടുണ്ടാവുകയും വാഹനങ്ങളടക്കം മുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായത്. ഈ കോഴിച്ചിറ ബണ്ട് അടഞ്ഞു കിടന്നുകൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടായത്. അതിന്ന് തുറന്നു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മഴയിൽ ആ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിജയകുമാർ, കാര്യമായി മഴ പെയ്യുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. വെള്ളക്കെട്ട് അതിൻ്റെ പ്രതിസന്ധിക്ക് ചെറിയ അയവുണ്ടെങ്കിലും പൂർണ്ണമായും ഗതാഗതം എല്ലായിടത്തും നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ആയിട്ടില്ല. ചില പ്രതിസന്ധി തുടരുന്നുണ്ട്. ഇന്നലെയും മറ്റുമായി വെള്ളക്കെട്ടുണ്ടായിരുന്ന പല പ്രദേശങ്ങളിലും അത് കുറച്ചുകൊണ്ടുവരാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് അത് ഫലം കാണുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ മഴ പ്രതീക്ഷിക്കാമെന്നും ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകടകരമായ മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു.